എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള, അതായത് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫോം സ്കൂളിൽ നിന്നാണ് ലഭിക്കുക. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞാൽ വിവിധ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ നിശ്ചിത ശതമാനം സീറ്റ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ മുതൽ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു 10-ാം തീയതി, അതായത് ജൂൺ 10-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക. അപേക്ഷ നൽകിയ ശേഷം വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സെലക്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് 11-ാം തീയതിയോടെയാണ് പ്രസിദ്ധീകരിക്കുക. അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി 12-ാം തീയതി മുതലാണ്. അതായത് ഈ ഒരു ജൂൺ 12-ാം തീയതി മുതലാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ 10-ന് മുമ്പായിട്ട്, അതായത് ഏകദേശം ജൂൺ 5-നകം തന്നെ നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങളുടെ സ്കൂളിൽ നൽകേണ്ടതാണ്. മാനേജ്മെൻറ്റ് സ്കൂളിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. സപ്ലിമെൻ്ററി ഘട്ടത്തിൽ കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷകൾ ആരംഭിക്കുന്ന തീയതി 24-ാം തീയതിയാണ്. അത് നിങ്ങൾ ആദ്യം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കണമെങ്കിൽ വീണ്ടും ഈ ഒരു അപേക്ഷ ആരംഭിക്കണം. അതായത് അപേക്ഷ ആരംഭിക്കാനുള്ള അപേക്ഷ നൽകണം. അപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോം കിട്ടും. അത് ഫില്ല് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 24-ാം തീയതി മുതലാണ് അതായത് ജൂൺ 24-ാം തീയതി മുതലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ആരംഭിക്കുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ അവസാനിപ്പിക്കുന്ന തീയതി ഈ ഒരു 26-ാം തീയതിയാണ്, അതായത് ജൂൺ 26. അതിനുശേഷം വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 27-ാം തീയതിയും അതിനുശേഷം അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി 27-ാം തീയതി മുതൽ അതായത് ജൂലൈ 1-ാം തീയതി വരെയുമാണ്. കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഫില്ല് ചെയ്ത ശേഷം ബാക്കിയുള്ള സീറ്റുകൾ അത് ബാക്കി വരികയാണെങ്കിൽ അത് പൊതു മെറിറ്റ് സീറ്റായിട്ട് പരിവർത്തനം ചെയ്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഒഴിവിനൊപ്പം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ട സീറ്റിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 30,000 രൂപ നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവേശനത്തിന് നിലവിൽ എല്ലാ സ്കൂളിലും അപേക്ഷാ ഫോം നൽകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് സ്കൂളിൽ അന്വേഷിച്ച് ആ ഒരു കാര്യത്തിൽ എപ്പോഴാണ് അഡ്മിഷൻ മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.